ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ നേരിട്ടതും ചർച്ച ചെയ്യപ്പെട്ടതുമായ മത്സരാർത്ഥിയാണ് ജാസ്മിൻ ജാഫർ. ഷോയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ വലിയ നെഗറ്റീവായിരുന്നു ജാസ്മിന് നേരിടേണ്ടി വന്നത്. എന്നാൽ ഇത്തരം വിമർശനങ്ങൾക്ക് തന്റെ പുതിയ വീഡിയോയിലൂടെ മറുപടി നൽകുകയാണ് ജാസ്മിൻ. ഡിവൈഎഫ്ഐ കരുവാളൂർ വെസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജാസ്മിനെ ആദരിച്ച വീഡിയോ ആണ് താരം പങ്കിട്ടത്. ഒരേ കാറ്റാണ് നമ്മുടെ എല്ലാം മേൽ വീശുന്നത്, ദുരന്തത്തിന്റെയും അവസരത്തിന്റെയും മാറ്റത്തിന്റെയും കാറ്റ്. അതിനാൽ കാറ്റിന്റെ വീശൽ മറിച്ച് അതിനെ എങ്ങനെ നേരിടണമെന്നതാണ് നമ്മുടെ ജീവിതത്തിന്റെ ദിശ നിർണ്ണയിക്കുന്നത് എന്നാണ് വീഡിയോയ്ക്ക് ജാസ്മിൻ നൽകിയ ക്യാപ്ഷൻ. ജാസ്മിന്റെ വീഡിയോ പ്രത്യക്ഷപ്പെട്ടതോടെ പതിവ് പോലെ തന്നെ പുതിയ വീഡിയോയ്ക്ക് താഴെ നിരവധി പേരാണ് ജാസ്മിനെ പിന്തുണച്ചും വിമർശിച്ചും രംഗത്തെത്തിയത്. നിന്നെ തളർത്താൻ ശ്രമിച്ചവരുടെ മുന്നിൽ ഉയർന്നു കാണിച്ചു കൊടുക്കുക, കൊല്ലത്തിന്റെ അഭിമാനമാണ് ജാസ്മിൻ. ജാസ്മിനെ കാണുന്നത് തന്നെ പോസിറ്റീവ് വൈബാണ്. ലോകം മുഴുവൻ തന്നെ എതിര് നിന്നാലും കൂടെ നിൽക്കുന്ന ഒരാളെ വിശ്വസിച്ച് മുന്നോട്ട് പോവുക. കുറെ കഴിയുമ്പോൾ ലോകം മുഴുവനും നമുക്ക് അനുകൂലമായി വരും എന്നിങ്ങനെ പോകുന്നു അനുകൂലിച്ചുകൊണ്ടുള്ള കമന്റുകൾ. എന്നാൽ എന്ത് ചെയ്തിട്ടാണ് ഡിവൈഎഫ്ഐ ജാസ്മിനെ ആദരിച്ചതെന്നും എന്ത് മെസ്സേജാണ് ബിഗ് ബോസിൽ പോയി ജാസ്മിൻ പുറത്തേക്ക് കൊടുത്തത് എന്നൊക്കെയാണ് ചിലരുടെ ചോദ്യം. ബിഗ് ബോസിൽ പോയി ജാസ്മിൻ എന്ത് സന്ദേശമാണ് നൽകിയതെന്നും കാമുകന്മാരെ ഇടയ്ക്കിടെ മാറ്റുന്നതാണോ വലിയ കാര്യമെന്നും ഒക്കെയാണ് പലരും കമന്റ് ചെയ്യുന്നത്. അതിനിടെ പരിപാടിക്കിടെ വേദിയിൽ ജാസ്മിൻ കാലിന്മേൽ കാല് കയറ്റി വെച്ചിരിക്കുന്നതും ചിലരെ ചൊടിപ്പിച്ചിട്ടുണ്ട്. പ്രായം കൂടിയ ആൾക്കാരുടെ മുന്നിൽ കാലും പൊക്കിയിരിക്കുന്നത് അഹങ്കാരത്തിന്റെ ലക്ഷണമാണ്, ഞാൻ എന്തോ വലിയ സംഭവമാണെന്ന തോന്നലാണ്, എല്ലാം നല്ലതാണ്, പക്ഷെ കാലിന്റെ മുകളിൽ കാൽ കയറ്റി വെച്ചത് മോശമായി പോയി. ഒരു പരിപാടിക്ക് പോകുമ്പോൾ കാലിന്മേൽ കാലും കയറ്റി വെച്ച് ആട്ടിക്കൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നി. നിങ്ങളെ പോലെ ഇത്ര ഫേമസ് ഒന്നും ആയിരിക്കില്ല കൂടെയുള്ളവർ, പക്ഷേ റെസ്പെക്ട് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ആരും പൊങ്കാലയിടാനൊന്നും വരണ്ട, പറയാൻ തോന്നിയത് പറഞ്ഞു എന്നാണ് ജാസ്മിനെതിരെ വന്ന കമന്റുകൾ. അതേസമയം ഇത്തരം കമന്റുകളോടൊന്നും ജാസ്മിൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അതേസമയം ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയ ശേഷം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പഴയതുപോലെ സജീവമായിരിക്കുകയാണ് ജാസ്മിൻ ജാഫർ. സീസൺ 6-ന്റെ തുടക്കം മുതൽ വലിയ സ്വീകാര്യതയായിരുന്നു ജാസ്മിന് ലഭിച്ചത്. എന്നാൽ ഗബ്രിയുമായി കോംബോ ചേർന്ന് കളിച്ചത് താരത്തിന് തിരിച്ചടിയായി. തങ്ങൾ സുഹൃത്തുക്കളാണെന്നായിരുന്നു ജാസ്മിനും ഗബ്രിയും ഷോയിൽ പറഞ്ഞിരുന്നത്. എന്നാൽ ലവ് ട്രാക്ക് പിടിച്ച് ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണെന്നായിരുന്നു ഇരുവർക്കും എതിരെ വന്ന വിമർശനം. ഗബ്രിയുമായുള്ള ജാസ്മിന്റെ കൂട്ടുകെട്ടിനെതിരെ താരത്തിന്റെ കുടുംബമടക്കം രംഗത്തെത്തിയിരുന്നു. ജാസ്മിനെ ബിഗ് ബോസിലേക്ക് വിളിച്ച് ഗബ്രിയുമായുള്ള കൂട്ടുകെട്ട് ഒഴിവാക്കണമെന്ന പിതാവ് വരെ സൂചന നൽകി. എന്നാൽ അതുകൊണ്ടൊന്നും പിന്മാറാൻ ജാസ്മിൻ തയ്യാറായിരുന്നില്ല. ജാസ്മിൻ ഗബ്രി കോംബോ പുറത്തും അകത്തും വലിയ ചർച്ചയായതോടെ ഇരുവരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അവതാരകനായ മോഹൻലാൽ വരെ ചോദിച്ചിരുന്നു. പ്രാക്ടിക്കൽ ആകാത്തതിനാൽ തങ്ങൾ പ്രണയം പിടിച്ചു വെച്ചിരിക്കുകയാണെന്നായിരുന്നു ഇരുവരും അന്ന് നൽകിയ വിശദീകരണം. അതേസമയം ഷോയുടെ പകുതിയോടെ ഗബ്രിയോടുള്ള തന്റെ ഉള്ളിലെ ഇഷ്ടം ജാസ്മിൻ തുറന്ന് സമ്മതിച്ചു. എന്നാൽ ഞാൻ ജാസ്മിനെ അങ്ങനെ കാണുന്നില്ലെന്നായിരുന്നു ഗബ്രിയുടെ മറുപടി. അതേസമയം പ്രണയം തുറന്ന് പറഞ്ഞതോടെ ജാസ്മിന്റെ നിശ്ചയിച്ചിരുന്ന വിവാഹം വരെ മുടങ്ങുകയുണ്ടായി. താരവുമായി വിവാഹം ഉറപ്പിച്ചിരുന്ന അഫ്സൽ അമീർ എന്ന യുവാവ് വിവാഹത്തിൽ നിന്നും പിന്മാറുന്ന സ്ഥിതിയായിരുന്നു. എന്തായാലും ഷോ കഴിഞ്ഞെങ്കിലും ഇതിന്റെ എല്ലാം പേരിൽ ജാസ്മിനെതിരെ ഉയർന്ന സൈബർ ആക്രമണങ്ങൾക്ക് യാതൊരു കുറവുമില്ല. കടുത്ത അധിക്ഷേപങ്ങളാണ് താരത്തിനെതിരെ ഇപ്പോഴും പലരും നടത്തുന്നത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.